മാർവൽ ഫാൻസിന് വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ വെള്ളിയാഴ്ചത്തെ 2 മണിക്കൂർ. ആ ഒരു 2 മണിക്കൂറിൻ്റെ വാല്യൂ സാധാരണക്കാർക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ആ ഒരു ഫാൻഡത്തിന് അറിയുള്ളൂ. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നൊന്നും ഒരു പിടുത്തില്ല. ഇങ്ങനൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ മെയിൻ ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് MCUവിൽ വരുന്നു ഒരു പിടുത്തമില്ലായിരുന്നു, ഒരു ഉറപ്പില്ലായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷെ മൾട്ടിവേഴ്സ് എന്ന ഒരു കോൺസെപ്റ്റ് ഇവർ ഓപ്പൺ ആക്കിയതിന് ശേഷം അതും ഒന്നല്ല, ഈ 2 ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ്പൂൾ മാത്രം വരുന്നതാണ്. ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഈ 2 മികച്ച ഫോക്സ് ക്യാരക്ടേഴ്സും കൂടി വന്ന് MCUവിൻ്റെ ഹിസ്റ്ററി തന്നെ ഇവർ ചേഞ്ച് ചെയ്യില്ലോ എന്നുള്ളത് നമുക്ക് ഈ വെള്ളിയാഴ്ച അറിയാം. ആൻഡ് മാർവൽ ഇക്കൊല്ലം ഇറക്കുന്ന ഏക ചിത്രമാണ്. കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളെടുത്ത് നോക്കിയാൽ ചറപറാന്ന് പടങ്ങളായിരുന്നു. ഒരു വർഷം തന്നെ 5-6 പടങ്ങൾ ഇറക്കിയിട്ടുള്ള സമയങ്ങളുണ്ട്, അത്രയധികം സീരീസുകൾ ഇറക്കിയിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷേ ഈ വർഷം ഈ ഒരൊറ്റ പടമുള്ളൂ. ആൻഡ് ഇവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരൊറ്റ പടത്തിലാണ്. അത് ഷുവർ ഷോട്ട് സാധനമാണെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. കാരണം റീസെൻ്റ്ലി ഇറങ്ങിയ മറ്റ് മാർവൽ പ്രൊജക്റ്റുകൾ പോലെയല്ല, അത് ആർക്കൊക്കെയോ വേണ്ടി ഇറക്കിയ സാധനമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് പക്ക ഫാൻസിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഫാൻസിന് വേണ്ടിയിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോഴും ഈ സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റേതായ പോരായ്മകളും നല്ല വശങ്ങളും ഉണ്ടെന്ന് പറയാം. പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമ ഒരു സാധാരണക്കാരൻ, ഇപ്പോൾ മാർവലിനെ പറ്റി അധികം അറിയാത്ത, ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം വരെ കണ്ടു നിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള അവഞ്ചേഴ്സ് മൂവീസ് മാത്രം കണ്ടിട്ടുള്ള ആൾക്ക് ഒരു പക്ഷേ ഈ സിനിമയുടെ കംപ്ലീറ്റ് എസൻസ് കിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ആ ഒരുപാട് സാധനങ്ങളുടെ പേര് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഒതുക്കാൻ പറ്റില്ല, അത്രയധികം ഉണ്ട്. ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ MCUവിൻ്റെ ഫേസിലുള്ള സിനിമകൾ മുഴുവൻ കണ്ടിരിക്കണം. അത് തന്നെയുണ്ട് ഒരു 10 കാണണം. ദെൻ അത് പോരാതെ തന്നെ TV ഷോസ് ഉണ്ട്. TV ഷോസ് 1-2 ഒന്നുമല്ല, ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ തന്നെ മെയിനായിട്ട് ഇപ്പോൾ ലോക്കി എന്ന സീരീസ് എന്തായാലും കണ്ടിരിക്കണം. അതിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ദെൻ ഫോക്സിൻ്റെ എല്ലാ സിനിമകളും കണ്ടിരിക്കണം. ഐ മീൻ എക്സ്മെൻ മൂവീസ് മാത്രമല്ല, എല്ലാ സിനിമകളും. ഞാൻ കേട്ടതനുസരിച്ച് ഇത് ഫോക്സിന് തന്നെയുള്ളൊരു ട്രിബ്യൂട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഫോക്സിലെ മറ്റ് സിനിമകളും 20th സെഞ്ച്വറി ഫോക്സിൻ്റെ മറ്റ് സിനിമകളൊക്കെ തന്നെ കണ്ടിരുന്നാൽ അതിനൊക്കെ തന്നെ റെഫറൻസ് അവിടെ ഇവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എക്സ്മെൻ സിനിമകൾ ചിലപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു ടൈം ലൈനിലും കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ ക്രോണോളജിയിൽ കണ്ടിട്ടുണ്ടാവില്ല. അതിനെ പറ്റിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ടൈം ലൈനൊക്കെ ഒരുപാട് കൺഫ്യൂസിങ് ആണ്. കാരണം കുറേ സമയത്ത് ടൈം ട്രാവലൊക്കെ ചെയ്ത് പാസ്റ്റും പ്രസൻറ്റും അങ്ങനത്തെ ഷിഫ്റ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്മെൻ ടൈം ലൈനിൻ്റെ കറക്റ്റ് ക്രോണോളജി അറിഞ്ഞിരിക്കണം. ദെൻ അതിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള മറ്റ് ഫോക്സ് സിനിമകളായ അതിൽ തന്നെ മാർവൽ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എലക്ട്ര, ഡെയർ ഡബിൾ പോലെയുള്ള ക്യാരക്ടേഴ്സിന്, അല്ലെങ്കിൽ പണിഷർ പോലെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ ബേസ് ചെയ്ത് പുതിയതല്ല കേട്ടോ, കുറച്ച് പഴയത്, ആ ഒരു 2005, 2010 ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുള്ള സാധനങ്ങൾ. സോ അതിലത്തൊക്കെ റെഫറൻസുകളും അതിലെ ക്യാരക്ടേഴ്സിൻ്റെ ക്യാമിയോസ് ഒക്കെ തന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ ആ ഒരു ഫോക്സിനുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയാണ്. ജസ്റ്റ് ഒരു വൂൾവറിൻ എന്നൊരു ക്യാരക്ടർ മാത്രമല്ല, കംപ്ലീറ്റ് എക്സ്പെൻഡിന് പറ്റിയുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടെക്നിക്കലി ഈ ഒരു ഡെഡ്പൂൾ എന്ന ക്യാരക്ടറും ഈ ഒരു എക്സ്മെൻ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം ലൈനിൽ പെടുന്ന ക്യാരക്ടേഴ്സാണ്. സോ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിലേക്ക് വരുന്നത്. ആൻഡ് ഇവർ ഇതിലേക്ക് എങ്ങനെ വരുന്നുള്ളത് നമുക്ക് മാർവലിൽ കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് ടൈം വേരിയൻസ് അതോറിറ്റി എന്ന് പറയുന്ന ലോക്കി എന്ന സീരീസിൽ പറയുന്ന ആ ഒരു പ്രത്യേക ഓർഗനൈസേഷനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. സോ ലോക്കിയുടെ 2 സീസൺ അറിയണം. ദെൻ ലോക്കിയുടെ സെക്കൻഡ് സീസണിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇവൻറ്റ്സ് എങ്ങനെയാണ് പക്ഷേ ഇതിൽ കണക്ട് ചെയ്യുമെന്നോ, ഇതിൻ്റെ ടൈം ലൈൻ എവിടെയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ഇത് എപ്പോഴാണ് നടക്കണമെന്നുള്ളത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ഷിഫ്റ്റ് ചെയ്യാനും ദെൻ എൻ്റയർ മാർവൽ അല്ലെങ്കിൽ MCUയുടെ ഹിസ്റ്ററി തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൾട്ടിവേഴ്സ് സാഗയെ കുറിച്ചും കൂടുതൽ അറിയണം. ഒരു ഇൻഫിനിറ്റി സാഗ വരെ ആയിരിക്കും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുക, എൻഡ് ഗെയിം വരെ കണ്ടു നിർത്തിയിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് അങ്ങോട്ട് കണ്ടിട്ടുണ്ടാവില്ല. പിന്നീട് അങ്ങോട്ടാണ് ഈ ഒരു മൾട്ടിവേഴ്സ് സാഗ തുടങ്ങിയത്. ആ ഒരു മൾട്ടിവേഴ്സ് സാഗേൻ്റെ ഒരു മിഡിൽ അല്ലെങ്കിൽ ഒരു എൻ പോർഷനിലേക്കൊക്കെ എത്തി. മെയിനായിട്ടുള്ള 2 അവഞ്ചേഴ്സ് മൂവീസും കൂടി ഇറങ്ങാനിരിക്കുന്നുണ്ട്. 2026, 2027 എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടറിയണം, അതിനെപ്പറ്റി ഒരു തീരുമാനമായിട്ടില്ല. സോ അതിലേക്കൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ മെയിൻ എയിം എന്തായിരിക്കും, അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരുപക്ഷെ ഈ ഒരു സിനിമയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത്രയും സിനിമകൾ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊന്നും കണ്ടിട്ടില്ല, ഞാനിപ്പോൾ പറഞ്ഞ് പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിലാണ് സിനിമയിൽ പറയുന്ന ഓരോ വേർഡും ഓരോ റെഫറൻസ് നമുക്ക് കിട്ടുള്ളൂ. കാരണം അത്രയധികം റെഫറൻസ് ഫീൽഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഡെഡ്പൂൾ എന്നൊരു ക്യാരക്ടർ 4th wall ബ്രേക്ക് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ ഇതിൽ നിന്നല്ലാത്ത ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് മറ്റു പല സാധനങ്ങളും ടീസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈവൻ DC-നടക്കം ടീസ് ചെയ്തിരുന്നു ഡെഡ്പൂൾ മൂവീസിൽ. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് എങ്ങനെയൊക്കെ റെഫറൻസ് വരുന്ന ഒരു പിടുത്തമില്ല. സോ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇത്രയും സിനിമകൾ കണ്ടിരിക്കണം. അതിൽ ക്യാരക്ടേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യ എക്സ്പെൻസ് ചിത്രങ്ങളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ ഓൾറെഡി റിക്കറിങ് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ട്രെയിലറിൽ തന്നെ കണ്ടതാണ്. സോ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പേടിക്കുന്നു വേണ്ട. കാരണം നിങ്ങൾ ആദ്യത്തെ 2 ഡെഡ്പൂൾ മൂവീസും ദെൻ കുറച്ചൊക്കെ എക്സ്പെൻഡ് റെഫറൻസുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ സിനിമ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ള മൂവി ആയിട്ടാണ് ഇവർ എടുക്കുന്നത്. ആൻഡ് കോമിക് പെർഫെക്റ്റ് ആയിട്ടുള്ള സൂട്ടൊക്കെയാണ് നമുക്കതൊന്നും തന്നെ കാണാൻ പറ്റുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഇതെന്താണ് വൂൾവറിൻ ഈ ഒരു മഞ്ഞ കളർ സൂട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. എക്സ്മെൻ കോമിക്സിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഷൂട്ട് ഇങ്ങനെ തന്നെയാണ്. ദെൻ ഓൾറെഡി റീസെൻ്റ്ലി പുറത്തിറങ്ങിയ X-Men 97 എന്നൊരു ആനിമേറ്റഡ് സീരീസ് ഉണ്ടായിരുന്നു.
ഇനി അതും കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് കണ്ടിരിക്കാൻ നല്ലതായിരിക്കും. ഒരു ക്യാരക്ടറിനെ പറ്റി ഒരു ഓവറോൾ ഔട്ട്പുട്ട് കിട്ടും. അതിൽ കുറേ മാസ് സാധനങ്ങളൊക്കെ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് ഒരു സീരീസിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. X-Men 97 തന്നെ പുറത്തിറങ്ങിയുള്ള ഒരു സീരീസിൻ്റെ ബാക്കി ഭാഗമായിരുന്നു ഈ ഒരു X-Men 97 എന്ന് പറഞ്ഞ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയ സീരീസ്. അതിന് ഭയങ്കര റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, ഭയങ്കര പോപ്പുലറാണ് സാധനം. തീർച്ചയായിട്ടും അതൊന്നും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഡിസ്നിയുടെ എല്ലാ കണ്ടൻസും ഫോക്സിൻ്റെ എല്ലാ കണ്ടൻസും കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കാണുന്നതിന് മുമ്പ്. ആൻഡ് റീസെൻ്റ്ലി അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഐ തിങ്ക് എൻഡ് ഗെയിമിലായിരുന്നു അവസാനമായിട്ട് മാർവലിലൊരു വലിയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയാം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫാൻസിനൊക്കെ കൂടി ഒരുമിച്ച് ക്രൗഡായിട്ട് തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. അതിനുള്ള ഏക പോസിബിലിറ്റിയുള്ള മൂവിയാണ്. ആൻഡ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളിൽ വന്ന് ദിസ് ഈസ് എ ഫസ്റ്റ് R-rated മൂവി ഫ്രം MCU. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇതുവരെ ഒരു R-rated മൂവി ഇറങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു ചിത്രം. ആൻഡ് അത് ഡെഡ്പൂൾ എന്നൊരു ക്യാരക്ടർ വരുന്നതുകൊണ്ട് മാത്രമാണ്. കുറച്ചും കൂടി റേറ്റിംഗ് കുറഞ്ഞ പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അലമ്പാവുന്ന ഓൾറെഡി ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ ഇവരെടുത്തത്. ആൻഡ് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യുന്നത് വേൾഡിൽ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് R-rated മൂവി ആവുന്നുള്ളതാണ്. കാരണം അത്രയധികം ഫാൻ ബേസ് ഉണ്ട്, വൻ കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക് എന്നുള്ള ഉറപ്പാണ്. ഒരു മിനിമൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ തന്നെ ഒരു ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു പടത്തിന്. ആൻഡ് ഇത് വെള്ളിയാഴ്ചയാണ് വേൾഡ് വൈഡ് ഇറങ്ങുന്നതെങ്കിലും അതിന് മുമ്പേ തന്നെ പല സ്ഥലത്തൊക്കെ സ്ക്രീനിങ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്, ഈവൺ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെ ആയിട്ട്. സോ അതുകൊണ്ട് അപ്പം മുതലേ സ്പോയിലർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാമിയോസ് ആൻഡ് ഒരുപാട് റെഫറൻസുകളൊക്കെ അവിടെ കൂടെ നിന്ന് വരുന്നതുകൊണ്ട് എങ്ങനെ പോയാലും ഇതിൽ സ്പോയിലർ ഫീൽഡ് ആയിരിക്കും ഈ സാധനത്തിൻ്റെ എന്ത് നോക്കിയാലും. സോ സ്പോയിലേഴ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനെ പറ്റിയിട്ടുള്ള എപ്പോഴും നടക്കാത്ത വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഈ ഒരു സാധനത്തെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വെള്ളിയാഴ്ച പടം ഇറങ്ങിയിട്ട് കാണാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.